ഒന്നാമത്തെ പോയിന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മോശ പറഞ്ഞു, ജോബ് പറഞ്ഞു, ദാവീദിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ യഹോവയായ സർവശക്തനായ ദൈവം ഒരുവനെ കുറിച്ച് വെളിപ്പെടുത്തി. അത് യേശുവിനെ കുറിച്ചാണെന്ന് മോശ പറഞ്ഞു, ജോബ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു. ഇനി വീണ്ടും നമ്മൾ യേശു എന്തു പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കുക. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ദൈവമായ പിതാവ് പഴയ നിയമത്തിൽ എന്തു പറഞ്ഞു, യേശു ക്രിസ്തു തന്നെ കുറിച്ച് എന്തു പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് രണ്ടാമത്തെ പോയിന്റിലൂടെ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ വായിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 21 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ വാക്യങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശ്രദ്ധിക്കണേ, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർക്കൊരു ചിന്ത, ഇവൻ എവിടെ പോകും, ഇവൻ ആരാണ്, ഇവൻ എന്താണ് എന്ന ചില ചിന്തകൾ യഹൂദരുടെ ഇടയിൽ സ്വാഭാവികമായി ഉണ്ടാകുക. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച പ്രേയറിന് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈജു ബ്രദറോ ബീം ബ്രദറോ ഡിനോ ബ്രദറോ എന്നെ ചോദിക്കും, നീ എവിടെ പോകുന്നു? സ്വാഭാവികമായും ഞാൻ പറയും, ചിലപ്പോൾ എനിക്ക് വർക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേരളത്തിന് പുറത്ത് എന്തെങ്കിലും കാര്യത്തിന് പോകുന്നു, എൻ്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ പറയും. യഹൂദരെ സംബന്ധിച്ച് നിങ്ങളിനി എന്നെ കാണത്തില്ല എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഇവൻ മരണപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെ ചിന്തകളാണ് യഹൂദരുടെ ഉള്ളിൽ കടന്നു വരുന്നത്. താഴോട്ടുള്ള വചനം വായിക്കുമ്പോൾ, അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അതായത് ഞാൻ ദുബായിക്ക് പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ വരാൻ സാധിക്കും, അല്ലേ? വരാൻ പറ്റും. ഞാൻ അമേരിക്കയിൽ പോയാലും നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വരാൻ സാധിക്കും. പക്ഷേ ഞാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ വിചാരിക്കുകയാണ്, ഇവൻ ഈ ഭൂമിയുടെ ഏത് കോണിൽ പോയാലും, കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടോ തെക്കോട്ടോ എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് അവൻ്റെ പിന്നാലെ എത്തിപ്പെടാൻ സാധിക്കും. കാരണം ഇവൻ മനുഷ്യനാണ്, ഇവൻ സാധാ ഒരു വ്യക്തിയാണ്, മറിയത്തിൻ്റെ ഉദരത്തിൽ പിറന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് ഇവന് സഞ്ചരിക്കാൻ കഴിയുന്നിടത്ത് എനിക്കും പോകാൻ സാധിക്കും. അല്ലാത്തൊരു സ്ഥലം മാത്രമേ ഉള്ളൂ, അതെവിടെയാണ്? ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് പോകാൻ സാധിക്കത്തില്ല. യഹൂദരുടെ ചിന്താഗതി മനസ്സിലായോ? ആത്മഹത്യ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മനുഷ്യന് അവന്റെ പിന്നാലെ പോകാൻ സാധിക്കും. താഴോട്ട് വാക്യം വായിക്കുമ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. കർത്താവ് കുറച്ചുകൂടി വെളിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ മനുഷ്യനാണ്, ഭൂമിയിൽ നിന്നുള്ളതാണ്, താഴെയുള്ളതാണ്, പക്ഷെ ഞാൻ താഴെ നിന്നല്ല, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. വീണ്ടും വായിക്കുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ ഈ ലോകത്തിൻ്റെയാണ്, പക്ഷേ ഞാൻ തികച്ചും വ്യത്യസ്തനാണ്, ഞാൻ ലോകത്തിൻ്റെ അല്ല എന്ന് കർത്താവ് പറയുന്നു. വീണ്ടും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ശ്രദ്ധിക്കണേ, ആ വാക്യം എത്രാമത്തെ വാക്യം ബ്രദറെ വായിച്ചു? 24 നമ്മൾ വായിച്ചു, അല്ലെ? 24-ാം വാക്യത്തിൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആ വാക്യം ഒന്നും വായിച്ചോ ബ്രദറെ? ഒന്നും വായിച്ചോ? 24 വായിച്ചു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ ആരാണെന്ന് വിശ്വസിച്ചില്ലെങ്കിലാ, ഞാൻ തന്നെ എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഇവിടെ യെശയ്യാ പ്രവചനം പറയുകയാണ്, ഞാൻ തന്നെ അവൻ, ഐ ആം ഹി എന്ന് പറഞ്ഞിരിക്കുക. വീണ്ടും ഇതാ യേശു പറയുകയാണ്, ഞാൻ തന്നെ എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറയുക. അടുത്ത വാക്യം കൂടി വായിച്ചോ. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ നിങ്ങളോട് പറഞ്ഞിരുന്നത്. 24-ാം വാക്യത്തിൽ ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ഐ ആം ഹി, ഐ ആം. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ് എടുത്ത വിഷയമാണ്. പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം മോശയുടെ മുമ്പിൽ വെളിപ്പെട്ട് ഞാൻ ആരാണെന്ന് യഹോവ വെളിപ്പെടുത്തിയ കാര്യം തന്നെയാണ് യേശുവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ, ഐ ആം ഹി എന്നുള്ളത് അവിടെ ക്ലിയർ ആണ്. ഐ ആം ഹു ഐ ആം എന്നുള്ളത് അവിടെ ക്ലിയർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഇനി 25-ാം വാക്യം വായിക്കുമ്പോൾ ആ വാക്യത്തിൽ അവർ ചോദിക്കുകയാണ്, ആ യഹൂദര്
അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വായിച്ചോ ബ്രദറെ, 25 വായിച്ചോ. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനും വിധിക്കാനും. ശ്രദ്ധിക്കണേ, ഇവിടെ ചോദ്യകർത്താവ് ആരാണ്? ആരാ ചോദ്യകർത്താവ്? യേശുവിനോട് ചോദിക്കുന്ന ആരാ? യഹൂദരാണ് ചോദിക്കുന്നത്, നീ ആരാണ്? കാരണം നീ പറയുന്നത് നീ മുകളിൽ നിന്നുള്ളവനാണ്, നീ ലോകത്തിന്റെ അല്ല, നീ അങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നിന്റെ പിന്നാലെ വരാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ നീ ആരാണ്? നീ മനുഷ്യനല്ലേ? നീ മറിയത്തിന്റെ ഉദരത്തിൽ പിറന്ന ഒരു സാധാ വ്യക്തിയല്ലേ? എന്താണ് നിന്റെ പ്രത്യേകത? എന്താണ് നിനക്ക് വ്യത്യാസം എന്നൊരു ചോദ്യം യേശുവിന്റെ മുൻപിൽ ചോദിക്കുകയാണ്. അവിടെയാണ് യേശു തിരിച്ചു പറയുന്നത്, ആരംഭം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല, ചിലതെനിക്ക് ഇനിയും വെളിപ്പെടുത്താനുണ്ട്. അതാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ ബ്രദർ, 25 വാക്യം. അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ എടുത്തു വെച്ചോ, നമ്മൾ എല്ലാ വെർഷനും വായിച്ചു പോകണം. ഓക്കെ, വായിച്ചോ. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയും. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ആരംഭം മുതൽ. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എന്ന് വ്യക്തമാക്കുക. നമ്മൾ 24 വാക്യത്തിന്റെ ഏതെങ്കിലും ഒരു വെർഷൻ വായിക്കാം. അതായത് KJV വേണമെങ്കിൽ വായിക്കാം, NET വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ വായിക്കാം, ആംപ്ലിഫൈഡ് വെർഷൻ വായിക്കാം. ഏത്? KJV വായിച്ചോ. I said therefore unto you that ye shall die in your sins, for if ye believe not that I am he, ye shall die in your sins. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, I am he, ഞാൻ അവനെന്ന് നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ എന്ന് പറയുക. 28 വാക്യം കൂടി ഒന്ന് വായിക്കാം ബ്രദറെ. KJV തന്നെ വായിച്ചോ, അല്ല NLT NET വായിച്ചോ. ഈ 28 വാക്യത്തിൽ ഇനി യഹോവ വിറ്റ്നസിന്റെ NWT എന്ന് പറയുന്ന, അതായത് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, അവരുപയോഗിക്കുന്ന ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ വായിക്കാം, അല്ലെങ്കിൽ NLT വായിക്കാം, NET വായിക്കാം, ഏത് വേണമെങ്കിലും 28 വാക്യം തന്നെ വായിച്ചോ. So Jesus said, when you have lifted up the Son of Man on the cross, then you will understand that I am he. I am he. മലയാളം വായിക്കുമ്പോൾ POC വായിച്ചോ ബ്രദറെ, 28 വാക്യം. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയും. അതായത് ഈ പ്രവൃത്തി മുഴുവൻ കഴിഞ്ഞ്, എന്റെ കാൽവരിയിലെ ക്രൂശുമരണവും കഴിഞ്ഞ് സകല പ്രവൃത്തിയും കഴിഞ്ഞു കഴിയുമ്പോൾ, അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ മലയാളം കിടക്കുന്നത് ഞാൻ തന്നെ എന്ന് കിടക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് വെർഷനിൽ വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് I am he. ഇവിടെ പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകനിൽ വെളിപ്പെടുത്തിയ ഞാൻ തന്നെ അവൻ എന്ന് വെളിപ്പെടുത്തിയത് ഇവിടെ യേശു എടുത്ത് പറയുകയാണ്, I am he. ആരംഭം മുതൽ എന്നെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് തന്നെ ഇതാ ഞാൻ എന്നെ കുറിച്ച് പറയുന്നു, I am he. അന്ന് പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ അവൻ ഞാനാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഹല്ലേലൂയ. യേശു വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവിടെ 25 വാക്യത്തിൽ പറഞ്ഞു, ആരംഭം മുതൽ ഞാൻ നിങ്ങളോട് അത് വെളിപ്പെടുത്തി. എനിക്ക് നിങ്ങളോട് പലതും പറയാനും പലതും വിധിക്കാനുമുണ്ട്. ഞാൻ ആരാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് ജോബ് പറഞ്ഞിട്ടുണ്ട്, മോശ പറഞ്ഞിട്ടുണ്ട്, ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ഇതാ ദൈവത്തിന്റെ ആത്മാവ് യേശയ്യാ പ്രവാചകനിലൂടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഏറ്റുപാടുന്ന യേശയ്യാ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാത്ത ജനതയെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് യേശു പറയുക. കാരണം നിങ്ങൾ എന്ത് ചെയ്തില്ല? എന്നെ നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ സ്വീകരിച്ചില്ല. I am he എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണമെന്ന് യേശു മുന്നറിയിപ്പ് നൽകിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവ് നമുക്ക് നൽകിയൊരു ഭാഗ്യം എത്രത്തോളം എന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റാർക്കും കൊടുക്കാത്തൊരു കാര്യമാണ്, മറ്റൊരുവനും നൽകാത്തൊരു സൗഭാഗ്യം നമുക്ക് കർത്താവ് നൽകിയിരിക്കുക. അവനെ അറിയുവാനുള്ള ഭാഗ്യം, അവനെ തിരിച്ചറിയുവാനുള്ള കൃപ. എൻ്റെ യേശുവിനെ ദൈവമെന്ന് സർവത്തിൻ്റെയും മീതെ ആരംഭം മുതൽ അനാദി മുതൽ അനന്തം വരെ അവൻ ദൈവമെന്ന് വിശ്വസിക്കുവാൻ, അത് വിശ്വസിച്ച് ഏറ്റുപാടുവാൻ കർത്താവ് കൃപ നൽകിയത് നമുക്കാ. ആ ഭാഗ്യം എത്രത്തോളം ഉണ്ട്? എത്ര പേര് ആ ഭാഗ്യവാന്മാരാ? എത്ര പേരുണ്ട്?
എത്ര പേരുണ്ട് ഭാഗ്യവാന്മാരെ? ആ കർത്താവിന്റെ ഭാഗ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 8:21-24 നമ്മൾ വായിക്കുമ്പോൾ, ജൈവ ബൈബിൾ സൊസൈറ്റിയിലാകട്ടെ, NET-യിലാകട്ടെ, BBE-യിലാകട്ടെ, KJV വെർഷൻ, ആംപ്ലിഫൈഡ് വെർഷൻ തുടങ്ങി ഈ പറയുന്ന എല്ലാ വർഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം കിടക്കുന്നത് I am he എന്നതിനെ യേശു തന്നെ വെളിപ്പെടുത്തുന്നത് ഞാൻ അവനെന്ന് നീ വിശ്വസിച്ചേ മതിയാകൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്. 28-ൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, അതായത് JW.org-ന്റെ അവരുടെ യഹോവ വിറ്റ്നസിന്റെ ആ ട്രാൻസ്ലേഷനിൽ പോലും ന്യൂ ടെസ്റ്റ്മെന്റിൽ അവർക്ക് തൊടാൻ സാധിച്ചിട്ടില്ല. അതിലും വളരെ ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. യേശു പറയുന്നു I am he, ഞാൻ അവനെന്ന് വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 21 മുതൽ 28 വരെ വാക്യം വായിച്ചപ്പോൾ യേശുവിടെ വ്യക്തമായിട്ട് അവൻ ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അല്ലേ? ഇനി യേശു പറഞ്ഞ വേറെ ഒരു വാക്യവും വേണ്ട. യേശുവിനെ കുറിച്ച് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ യേശു തന്നെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് തിരിച്ചറിയാൻ മറ്റൊരു കാര്യമേ അവിടെ വേണ്ട. യേശു പറഞ്ഞു ഞാൻ അവനാകുന്നു എന്ന്, ഞാൻ തന്നെ അവനെന്ന്, I am he എന്ന് വ്യക്തമായിട്ട് അവിടെ യേശു ക്ലിയർ ചെയ്ത് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശ്രദ്ധിക്കണം, ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടേ? 2 കാര്യം നമ്മൾ കഴിഞ്ഞു, 2 പോയിന്റ് നമ്മൾ കവർ ചെയ്തു. പഴയ നിയമം നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നോക്കിയതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ യഹോവ വിറ്റ്നസ് കൂടുതലും ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇട്ടിട്ടാണ് അവര് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം കുറച്ച് കൂടുതലായിട്ട്, എനിക്ക് തോന്നുന്നു യേശുവിനെ കുറിച്ചുള്ള കാര്യത്തിൽ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പസ്തോലന്മാർ നമ്മൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അപ്പസ്തോലന്മാർ എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മളൊന്ന് പരിശോധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് ആദി മുതൽ അനന്തം വരെ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു. ഇവിടെ യേശു പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു പോയി. ഞാൻ തന്നെ അവനെന്നും ആദ്യം മുതൽ, ആരംഭം മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നതും, അതേ വാക്കിൽ തന്നെ നമുക്കവിടെ ക്ലിയർ ആണ്. യേശു ആരംഭം മുതൽ, അതായത് എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാലേ നമുക്ക് ആരംഭം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ആരംഭത്തിന് മുൻപേ, അനാദി മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ് ഞാൻ ആദിയും അന്തവും, ഞാൻ ആൽഫയും ഒമേഗയും തന്നെ എന്ന് യേശു പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. വീണ്ടും നമ്മൾ പരിശോധിച്ചു പോവുകയാണ് അപ്പസ്തോലന്മാർ എന്ത് പറഞ്ഞു. അപ്പോൾ അവിടെ യോഹന്നാൻ പറയുകയാണ്, വായിച്ചോ, വാക്യം വായിച്ചോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ്, അവിടെ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇൻ ദ ബിഗിനിങ്, ആദിയിൽ വചനമുണ്ടായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവത്തോടു കൂടെ നിലനിൽക്കുകയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യത്തെ കുറിച്ച് കഴിഞ്ഞ ബൈജുബ്രദറിന്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി എന്താണ് ഈ JW.org അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് അവിടെ ക്ലിയർ ആണ്. നിങ്ങൾ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ അത് വ്യക്തമാവും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു ആദിയിൽ മുതൽ ആരോട് കൂടെ ഉണ്ടായിരുന്നു? ദൈവത്തോടു കൂടെ ഉള്ളവനാണ്. അതല്ലാതെ ദൈവത്തിന്റെ സൃഷ്ടിയായ ഒരു മാലാഖയല്ല യേശു എന്ന് വ്യക്തമായിട്ട് ഇവിടെ ആര് വെളിപ്പെടുത്തുക? യോഹന്നാൻ സുവിശേഷകൻ വെളിപ്പെടുത്തുക. വീണ്ടും 1 യോഹന്നാൻ അതിന്റെ 1-ാം വാക്യം, അതായത് യോഹന്നാന്റെ ലേഖനം അതിന്റെ 1 യോഹന്നാൻ 1-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും. ശ്രദ്ധിക്കണം, ഇവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് യോഹന്നാൻ എഴുതി പോകുന്നത്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചപ്പോൾ അത് വചനത്തെ കുറിച്ച് മാത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി നിർത്തി പരിശോധിക്കാം. അത് ദൈവത്തെക്കുറിച്ചല്ല, വചനം മാംസമായതാണ്. ആ വചനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു ചിന്ത വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാദം നമുക്ക് വെക്കാം. പക്ഷേ യോഹന്നാന്റെ ലേഖനത്തിൽ അങ്ങനെ ഒരു വാദം പോലും നമുക്ക് വെക്കാൻ സാധിക്കത്തില്ല. അവിടെയാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും, അതായത് ഇൻ ദ ബിഗിനിങ് തുടങ്ങിയുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഞങ്ങൾ കേട്ടത്. യോഹന്നാൻ ആരിൽ നിന്നാണ് കേട്ടത്? യോഹന്നാൻ ആരിൽ നിന്നാണ് കേട്ടത്? യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ടത്. ഓക്കെ, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്. യോഹന്നാൻ ആരാ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്? യേശുവിനെ കണ്ടത്, അല്ലേ? അപ്പൊ ഇൻ ദ ബിഗിനിങ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ആരെ കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ്. അപ്പോ ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ടുകൊണ്ട് സൂക്ഷിച്ചു വീക്ഷിച്ചത്, വായിച്ചോ, താഴോട്ട് വായിച്ചോ. കൈകൊണ്ട് സ്പർശിച്ചത്, എനിക്ക് തൊടാൻ പറ്റുന്നത്, അല്ലെ? ദൈവത്തിന്റെ വചനത്തെ എനിക്ക് തൊടാൻ പറ്റുമോ? പക്ഷെ യേശുവിനെ എനിക്ക് എന്ത് ചെയ്യാം?
തൊടാൻ സാധിക്കും. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടത്, സൂക്ഷിച്ചു വീക്ഷിച്ചത്, കൈകൊണ്ട് സ്പർശിച്ചത്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് പറയുന്നത്? ജീവന്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അതായത് ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വചനം, ആ വചനമാണ് ക്രിസ്തു. അത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടറിഞ്ഞു. ആ ദൈവത്തെ കുറിച്ച്, ആ ആനന്ദതയിൽ നിലനിൽക്കുന്ന സർവശക്തനായ ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ വ്യക്തമായി യോഹന്നാന്റെ വെളിപ്പാടിലൂടെ പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുക. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചത് എന്തിനെ കുറിച്ചാ? യേശു മിഖായേൽ മാലാഖയാണെന്നാണോ പഠിപ്പിച്ചേ? യേശു സൃഷ്ടിയാണെന്നാണോ പഠിപ്പിച്ചേ? എന്തെങ്കിലും ഒന്ന് ആരംഭിക്കുന്നതിന് മുൻപേ ഇൻ ദ ബിഗിനിങ് ദൈവം അവിടെയുണ്ട്, യേശു അവിടെയുണ്ട്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം അവിടെ ഉണ്ടെന്ന് ആര് പഠിപ്പിക്കുക? അപ്പസ്തോലൻ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോഴേ ഇത് തന്നെയാണ് പറയുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്ക് മുൻപേ തുടങ്ങി. ദൈവത്തിൻ്റെ ആ സൃഷ്ടിയോട് കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വേറെ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടുണ്ട്. യേശുവിലൂടെയാണ് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടത്. കൊളോസ്യ ലേഖനത്തിലൂടെ, അങ്ങനെ പല വചനങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചു പോയിട്ടുണ്ട്. ഹെബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 13ഉം 14ഉം വാക്യങ്ങൾ വായിച്ച് നമ്മളൊരു കാര്യത്തിനൂടെ മറുപടി ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മളൊരു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നമ്മൾ ഓഡിയോ കേൾപ്പിച്ചു അല്ലേ? ആരുടെയാ? ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ നമ്മൾ കേട്ടു. അപ്പോൾ ആ ഓഡിയോന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യം വായിപ്പിച്ചത്. 13-ാം വാക്യം പറയുകയാണ്, ആരോടാണ്? വായിച്ചോ ബ്രദറെ. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് ദൂതനോട്? ഏതെങ്കിലും ദൂതനോട് ദൈവം പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ ശത്രുവിനെ പാദപീഠമാക്കോളാം എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ദൂതനോട് പറഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ ദൂതനോടും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. ആരാ പറഞ്ഞത്? ഹെബ്രായ ലേഖകൻ പറയുകയാണ്. അപ്പസ്തോലൻ പഠിപ്പിക്കുകയാണ്, ഇത് മിഖായേൽ ദൂതനല്ല എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുക. കാരണം അന്നും ചില പാഷണ്ഡതകൾ ഉണ്ടായിരുന്നു. ആ പാഷണ്ഡതകൾക്കെതിരെ ദൈവത്തിന്റെ ആത്മാവ് ഹെബ്രായ ലേഖകനിലൂടെ വ്യക്തമായിട്ട് പറയുക, ഇതൊരു ദൂതനല്ല എന്ന്. യേശു ഒരു ദൂതൻ മാത്രമല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഏത് ദൂതനോടാണ് നീ എന്നെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത് ഹെബ്രായ ലേഖകന്റെ ആശയമല്ല. യഥാർത്ഥത്തിൽ ഇത് സങ്കീർത്തനങ്ങളിൽ നിന്നെടുത്ത് കോട്ട് ചെയ്തിരിക്കുന്ന 110-ന്റെ 1-ാം വാക്യം. അതായത് നമ്മൾ നേരത്തെ 110-ന്റെ 4-ാം വാക്യം നമ്മളൊന്ന് പരിശോധിച്ച കാര്യമാണ്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്ന് പറയപ്പെടുന്ന യേശുവിനെ കുറിച്ച് ദാവീദ് പ്രസ്താവിച്ച ആ വചനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇതാ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊന്ന് വായിക്കാൻ പോകുന്നത്. 110-ന്റെ 1 സങ്കീർത്തനം. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ഇത് ആരോട് പറഞ്ഞു? കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഐ ആം ഹി. ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ തന്നെ അവനെന്ന് നീ വിശ്വസിക്കണം. ഞാൻ തന്നെ അവനെന്ന് നീ തിരിച്ചറിയണം. അതാ പറയുന്നത്, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു. വാക്യം ഒന്നുകൂടി വായിച്ചോ ബ്രദറെ. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ദാവീദിലൂടെ വ്യക്തമായിട്ട് ആ കാര്യം വെളിപ്പെടുത്തുക. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് ഇത് സാധ്യമാണ്. കാരണം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ആരൊക്കെ തിരിച്ചു പഠിപ്പിച്ചാലും, ആരൊക്കെ പല ആശയങ്ങൾ കൊണ്ടുവന്നാലും, ഈ ആശയങ്ങൾക്കുള്ള സകലത്തിന്റെയും ഉത്തരം അത് നമുക്ക് ദൈവം വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ ശക്തി അത് നമുക്ക് ബോധ്യം നൽകുക. നമ്മൾ വായിച്ചു നിർത്തിയ വചനം ഹെബ്രായ ലേഖനമാണ് അല്ലെ? ഹെബ്രായ ലേഖനം അതിന്റെ 1-13 നമ്മൾ വായിച്ചു. സങ്കീർത്തനം 110-ന്റെ 1 നമ്മൾ വായിച്ചു, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ തിരിച്ചറിഞ്ഞു.
എന്താണ് ദൈവത്തിന്റെ ആത്മാവിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആരാണ് ആ വലതുഭാഗത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. വീണ്ടും സ്തെഫാനോസ് അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോ ഒരാളെ കണ്ടു. അത് ആരെയാ കണ്ടത്? യേശുവിനെ കണ്ടു. എവിടെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്? ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നതായി ആര് കണ്ടു? സ്തെഫാനോസ് കണ്ടു. അപ്പൊ അത് ദൂതനാണോ ഇരുന്നത്? അല്ല, യേശു തന്നെയാണ് ഇരിക്കുന്നത്. അവൻ ദൈവമാണെന്ന് വ്യക്തമായിട്ട് ഇതാ വീണ്ടും ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുക. ഏത് ദൂതനോടാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ദൂതനോടും ദൈവം അത് പറഞ്ഞിട്ടില്ല. ദൂതനോടല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് അനാദി മുതൽ അനന്തം വരെ തന്നോട് കൂടെ ആയിരുന്നവൻ, തൻ്റെ അതേ മഹത്വത്തിൽ ഇരിക്കുന്നവൻ, അവനോട് കൂടെയാണ് യേശു വാക്യം പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവം അത് പറഞ്ഞത് എന്ന് സങ്കീർത്തകൻ വെളിപ്പെടുത്തി. ഹെബ്രായ ലേഖനം അത് ക്ലാരിഫിക്കേഷൻ ചെയ്തു. വീണ്ടും ഹെബ്രായ ലേഖനം 1:14 നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. 1:14 നമ്മളൊന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. വായിക്കാം. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. അതായത് ദൂതന്മാരെ കുറിച്ച് പറയുകയാണ്. രക്ഷയുടെ അവകാശികളാക്കാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവക ആത്മാക്കളല്ലേ അവരെല്ലാം. ആര്? ദൂതന്മാര്. ആരാണ്? രക്ഷയുടെ അവകാശികളാക്കാനിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അപ്പസ്തോലന്മാർക്കും സകല വിശുദ്ധർക്കും എല്ലാവർക്കും ദൈവസഭയ്ക്ക് മുഴുവൻ സേവ ചെയ്യുന്ന സേവക ആത്മാക്കളാണ് ആര്? ദൂതന്മാർ എന്ന് പറയുക. ഇവര് നമ്മൾ തിരിച്ചറിയണേ, ഇവര് യേശു ദൈവമാണെന്ന് ഇവര് വാക്കുകൊണ്ട് പറയും. എന്നാൽ യേശു മിഖായേൽ മാലാഖയാണെന്ന് മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്യുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ പറയുന്നത് യേശു ഇവന്റെ വേലക്കാരനാണെന്നാണ് പറയുന്നത്. യേശുവിന്റെ വേലക്കാരനാണെന്ന് പറയുന്നത്. ഞങ്ങളോട് ഈ പറയുന്ന വ്യക്തി ഞങ്ങളോട് വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന് മഹത്വം കൊടുക്കുന്നില്ല. യേശുവിനുള്ള മഹത്വം നിങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഇതാ മിഖായേൽ ദൂതന്റെ, പ്രധാന ദൂതന്റെ മഹത്വം ഞങ്ങൾ കൊടുക്കുക. നിങ്ങൾ ദൈവമല്ലാത്തവന് ദൈവമാണെന്ന് വാഴ്ത്തുന്നു. എന്നാൽ ദൈവവചനം മുഴുവൻ അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചത്, യേശു പഠിപ്പിച്ചത്, പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ നമ്മളെ പഠിപ്പിച്ചത് യേശു ആരാണെന്നാണ്? ഞാൻ അവനാണെന്നാണ്. ഐ ആം ഹി. യഹോവ തന്നെയായ ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. എന്നാൽ ഇവർ പറയും അങ്ങനെയല്ല, യേശു ആരാണ്? വെറും സേവക ആത്മാക്കളാണ്. അതായത് ഇവന്റെ വീട്ടിലെ പണിക്കാരനെ പോലെ ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണി ചെയ്യാനിരിക്കുന്ന, സഹായിക്കാനിരിക്കുന്ന വെറും ഒരു സേവക ആത്മാവാണെന്ന് ഇവൻ പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ജനത്തെ പഠിപ്പിക്കുന്ന. എത്ര വലിയ തിന്മയാണെന്ന് തിരിച്ചറിയുക. യേശുവിനെ ആരായിട്ട് മാറ്റുക, യേശുവിനെ എത്രത്തോളം മോശക്കാരനാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ യേശുവിന്റെ ദൈവത്തെ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ നോക്കിക്കുക, സകല കൾട്ടുകൾക്കും സമാനമായ ഒരു ഭാവമാണ്. ഇവർക്ക് ഒരേ ഒരു വ്യക്തിയാണ് പ്രശ്നം, യേശുവാണ് ഇവർക്ക് മുഴുവൻ പ്രശ്നം. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന സകല കൾട്ട് പ്രസ്ഥാനത്തിനും സകലത്തിൻ്റെയും പ്രശ്നം ഇതാണ്. ഇവരുടെ പ്രോബ്ലം യേശു ക്രിസ്തുവാണ്. അതായത് അവനാണ് ദൈവമെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രവാചകൻ വെളിപ്പെടുത്തി ഐ ആം ഹി. ദൈവവചനം മുഴുവൻ അത് എഴുതി വെച്ചിരിക്കുന്നു. ഐ ആം ഹി. ഞാൻ അവനാകുന്നു, ഞാനാണ് അവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പിശാച് ഇത്തരം വ്യക്തികളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാ. യേശുവിന്റെ ദൈവത്തെ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇസ്ലാം വിശ്വാസികളും ചെയ്യുന്ന എന്താ? 7-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും വന്ന് പറഞ്ഞത് എന്താ? യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണ്, യേശു ദൈവമല്ല. യേശു ദൈവമല്ല. സകലരുടെയും പ്രശ്നം യേശുവാ. എന്നാൽ യേശു ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുകയാ, അവൻ ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്തി വച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അവൻ നമ്മുടെ വേലക്കാരനാണോ? ആണോ? യേശു ആരാണ്? ഞാൻ ചോദിക്കുക, യേശു ഗാന്ധിജിക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? യേശു അദ്വൈത ആശ്രമത്തിലെ സ്വാമിമാർക്ക് എങ്ങനെയാ? യേശു ഈ ചുറ്റുപാടുമുള്ള സകല കൾട്ട് പ്രസ്ഥാനത്തിനും എങ്ങനെയാ? ഈ മുരിയാട് കിടക്കുന്ന ഒരു കൾട്ടുണ്ട്, ചാലക്കുടി തൃശ്ശൂര് അടുത്ത് മുരിയാട് പ്രസ്ഥാനത്തിൽ. അവർക്ക് യേശു ഇപ്പോഴും വീണ്ടും ജനിച്ച് ഇപ്പം മുലപ്പാൽ കഴിച്ച് ഇപ്പം എന്തോ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശു അവർക്കുണ്ടെന്ന് അവർ പറയുന്നത്.
ഇങ്ങനെ പലർക്കും യേശു പല വിധത്തിലാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ, ഇന്ന് ഈ പകല് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, എനിക്ക് യേശു ആരാണ്? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ദൈവവചനത്തിലൂടെ, എൻ്റെ അനുഭവങ്ങളിലൂടെ യേശു എനിക്ക് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവില്ലാത്തവൻ വീണുപോകും. ആ തിരിച്ചറിവില്ലാത്തവൻ നശിച്ചു പോകും. അതാ യേശു പറഞ്ഞത്, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് വരാൻ സാധിക്കത്തില്ല. ഞാൻ പോയി ഒരു സ്ഥലം ഒരുക്കും. അവിടേക്ക് യഹൂദ വിശ്വസിക്കാത്തവനെ, അല്പബുദ്ധിക്കാരനെ, ഹൃദയം മന്ദീഭവിച്ചവനെ നിനക്ക് വരാൻ സാധിക്കത്തില്ലെന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം അതിൽ വ്യക്തമായിട്ട് നിയമജ്ഞരെ, ഫരിസേയരെ, കപടനാട്യക്കാരെ, ഹൃദയം മന്ദീഭവിച്ചവരെ, മന്ദബുദ്ധികളെ എന്ന തലത്തിൽ പല വ്യാഖ്യാനത്തിൽ അവരുടെ മുൻപിൽ വിളിച്ചു പറയുക, ഞാൻ ഒരുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പ്രവേശിക്കത്തില്ല, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് വരാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ അവനാണെന്ന് വിശ്വസിക്കാത്തവൻ അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടി ദൈവം ഒരു രാജ്യം ഒരുക്കിയിരിക്കുക. നമ്മളാ സന്തോഷിക്കേണ്ട വ്യക്തികള്. കാരണം അവൻ ആരാണെന്ന് വെളിപ്പെടുത്തിയത് ദൈവം നമുക്കാ. അതാ യേശു പറഞ്ഞത്, വലിയവരിൽ നിന്നും, ജ്ഞാനികളിൽ നിന്നും, വലിയ പഠിപ്പുള്ളവരിൽ നിന്നും ദൈവം മാറ്റി വിവേകിയില്ലാത്ത സാധാരണക്കാരനായ വെറും പൊട്ടന്മാർക്ക്, സാധാരണ വ്യക്തികൾക്ക് ദൈവം വെളിപ്പെടുത്തി തരിക എൻ്റെ യേശു ആരാണെന്ന്. ഹല്ലേലൂയ. പഠിപ്പുള്ളവനെ അല്ല ദൈവം വെളിപ്പെടുത്തിയത്. സാധാരണ മീൻപിടുത്തക്കാരായി യേശുവിൻ്റെ പിന്നാലെ നടന്ന യാക്കോബിനും യോഹന്നാനും പത്രോസിനും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക അവൻ ആരാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യാക്കോബും യോഹന്നാനും അവൻ്റെ അമ്മയും കൂടി യേശുവിൻ്റെ മുമ്പിൽ വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട്, സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവൻ്റെ അമ്മയുമെന്ന് മത്തായി സുവിശേഷത്തിലുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ യാക്കോബും യോഹന്നാനും ചോദിച്ചൊരു ചോദ്യം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു പോകാം ബ്രദറെ. മർക്കോസ് സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന് 35 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച്. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ ചെയ്തു തരുമെന്നും, നീ ഉദാരസീനനും, നീ നീ ഒരു എല്ലാ കാര്യത്തിലും നീ ശക്തവാനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ പോവുക. ആ ചോദിച്ച ചോദ്യം ഇതാണ്. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യേശു വളരെ സൗമ്യമായി ചോദിച്ചു, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ യേശു പറഞ്ഞു, നീ എന്താ ചോദിക്കുന്നതെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. നീ എന്താണ് ചിന്തിക്കുന്നതെന്നും നിന്റെ ചോദ്യത്തിന്റെ ആ ബലം എന്തെന്നും നിനക്ക് അറിയത്തില്ല. ചോദ്യം ഇതാണ്, നിന്റെ മഹത്വത്തിൽ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ മഹത്വത്തിൽ. എവിടെയാണ്? നിന്റെ മനുഷ്യത്വത്തിലാണോ? ഈ പ്രത്യക്ഷതയിലാണോ? നീ ഇവിടെ ആയിരിക്കുമ്പോഴാണോ? അല്ല, നിന്റെ ഗ്ലോറി, നിന്റെ മഹത്വത്തിൽ. യേശു പറയുന്നുണ്ട്, എനിക്ക് ആരംഭത്തിൽ അനാദിയിൽ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മാറ്റണമെന്ന് യേശു പറയുന്ന വാക്യങ്ങൾ നമുക്ക് വായിച്ച് സുപരിചിതമാണ്. അവിടെയാണ് യേശുവിനോട് ഇതാ സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും പറയാണ്, നിന്റെ മഹത്വത്തിൽ വരുമ്പോൾ അവന്റെ ലെഫ്റ്റും റൈറ്റും നിർത്താൻ ഞങ്ങളെ ഒന്ന് തെരഞ്ഞെടുക്കണമേ എന്നൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചേ. നമ്മളിൽ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും ചോദിച്ചിട്ടുണ്ട്, യേശുവേ, നിന്റെ ദാസനാക്കി മാറ്റാമോ? നിന്റെ സഹോദരനാക്കി മാറ്റാമോ? നിന്റെ സഹോദരിയാക്കി മാറ്റാമോ? നിന്റെ ഭൃത്യനാക്കി മാറ്റാമോ? നിന്റെ ശിഷ്യനാക്കി മാറ്റാമോ? ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി എന്നെ മാറ്റാമോ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള പ്രാർത്ഥന. പക്ഷെ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുക, നീ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആഴം എന്തെന്നോ അതിന്റെ അർത്ഥം എന്തെന്നോ ഇന്ന് നിനക്ക് തിരിച്ചറിയത്തില്ല. കാരണം മഹത്വത്തിൽ ഞാൻ ആരാണ്? ഞാൻ തന്നെ അവന്റെ മഹത്വത്തിൽ ഐ ആം ഹി, ഞാൻ തന്നെയാണ് അവനെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം മഹത്വത്തിൽ അവന്റെ വലതും ഇടതും ഇരിക്കുന്ന അവകാശം ചോദിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന് രാജാവായി വരുമ്പോ ഇടതും വലതും ഇരിക്കുന്നതാ ഇവർ ചോദിക്കുന്നത്, അല്ലെ? വെറും മനുഷ്യത്വത്തിൽ. അതായത് അവൻ ഇസ്രായേലിനെ സ്വതന്ത്രമാക്കുന്നു, റോമൻ ആധിനിവേശത്തിൽ നിന്നും റോമൻ പട്ടാളത്തിൽ നിന്നും വിടുവിക്കുന്നു, അവൻ രാജ്യത്വം പ്രാപിക്കുന്നു, ഇടതും വലതും ഇരിക്കുന്നു. ഇതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ദൈവാത്മാവ് ഇവരെ കൊണ്ട് ചോദിപ്പിച്ചത് നിന്റെ മഹത്വത്തിൽ നിന്റെ ഇടതും വലതും ഇരിക്കുന്ന ഒരു കാര്യമാണ്. യേശു അതിന് മറുപടി പറഞ്ഞു. എന്താ ബ്രദറെ അതിന്റെ താഴോട്ട് വായിച്ചേ? യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു? യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല.
ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? അത് കഴിഞ്ഞ് യേശു എന്ന് പറയാ, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങളതിന് പ്രാപ്തരാകും. എൻ്റെ ഇടതും വലതും നിങ്ങൾ ഇരിക്കേണ്ടി വരും. ദൈവം അതിനെ തെരഞ്ഞെടുക്കും. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകും. ഇത് അപ്പസ്തോലന്മാര് യാക്കോബും യോഹന്നാനും ചോദിക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായി ഒരു സാധാരണ മനുഷ്യന്റെ തലത്തിലാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചതിനെ പ്രതി ശിഷ്യന്മാരിൽ ഇടർച്ചയുണ്ടായി, അല്ലേ? താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിൽ അത് ക്ലിയർ ആണ്. ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. 12 ശിഷ്യന്മാരിൽ 10 പേർക്കും ഇവരോട് ഇടർച്ച തോന്നി എന്നാണ് പറയുന്നത്. യാക്കോബിനോടും യോഹന്നാനോടും ബാക്കി 10 പേർക്കും ഇടർച്ച തോന്നി. കാരണം യേശുവിനോട് ചോദിച്ചതും മറുപടി പറഞ്ഞതും ഇവർക്ക് ഇടർച്ചയായി മാറി. ഇവർ ചോദിച്ച ചോദ്യം എന്താ? ദൈവത്തിന്റെ വലതും ഇടതും ഇരിക്കുക. ഇവർക്ക് ഇടർച്ച വന്നതിന്റെ കാരണം എന്താ? ഈ 2 പേർക്ക് മാത്രമേ വലതും ഇടതിരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞങ്ങൾക്കൊന്നും അതിനുള്ള സ്വാധീനമില്ല, അല്ലെങ്കിൽ അതിനുള്ള തെരഞ്ഞെടുപ്പില്ല. പക്ഷെ കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ 12 ശിഷ്യന്മാരെയും ക്രിസ്തുവിന്റെ എന്ന ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവന്റെ 12 അപ്പസ്തോലന്മാരെ അവന്റെ ചുറ്റും, കുഞ്ഞാടിന്റെ ചുറ്റും, സിംഹാസനത്തിന് ചുറ്റും, ആദിയും അനന്തമായവന്റെ ചുറ്റും, സകലത്തിന്റെയും സൃഷ്ടായവന്റെ അവന്റെ ചുറ്റും ഇരിക്കാൻ അവകാശം കൊടുത്ത്, അധികാരം കൊടുത്ത് സകലരെയും നിർത്തിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ ബലം നമുക്കറിയത്തില്ല, ചോദ്യത്തിൻ്റെ ബോധ്യം നമുക്ക് തിരിച്ചറിയത്തില്ല. ഞാൻ ഇന്ന് വരെ വായിക്കുമ്പോഴും എനിക്കും ചില വചനത്തിൻ്റെ അർത്ഥം അറിയത്തില്ല. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. സെബദെപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ചോദിച്ചത്, ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപ് എനിക്കിന്ന് ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം എന്ന് പറയുന്നത് ലിമിറ്റഡാ, അല്ലേ? മാക്സിമം നമുക്ക് ദൂരമുള്ളത് ചിലപ്പോൾ അമേരിക്ക ആയിരിക്കാം, അല്ലേ? അമേരിക്ക ആയിരിക്കാം. അതിന് എത്ര 24 മണിക്കൂറോ എത്ര ഫ്ലൈറ്റ് യാത്ര ചെയ്താൽ മതി. ഇനി ഭൂമിയിൽ ചിലപ്പോൾ ചന്ദ്രനിലേക്ക് പോകാം. ഇന്ന് പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പല ഗ്രഹങ്ങളിലേക്കും പോകാം. ഏറ്റവും കിലോമീറ്ററുകളോളം പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാലും പല ഗ്രഹങ്ങളിലും പല സ്ഥലത്തും പല സ്പേസുകളിലും നമുക്ക് എത്താൻ സാധിക്കും. പല നക്ഷത്രങ്ങളും നമുക്ക് ഒരുപക്ഷെ ചെല്ലാൻ സാധിക്കുമായിരിക്കും. നാളെ സയൻസ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇതിൻ്റെയൊക്കെ അധികാരം അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ഒരു തലത്തിലേക്ക് ഒരുപക്ഷെ സയൻസ് വികസിച്ചേക്കാം. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് ഇതാ സെബദെപുത്രന്മാരോട് പറയുന്നത് ഇതാണ്, ഞാൻ അവൻ തന്നെ എന്ന് നീ വിശ്വസിക്കുമ്പോൾ, ഞാൻ അവൻ തന്നെ എന്ന് നീ ബോധ്യപ്പെടുമ്പോൾ നീ തിരിച്ചറിയണം, നിന്നെ ഞാൻ നിർത്തുന്നത് ആദ്യം മുതൽ അനന്തം വരെ സർവ്വ നക്ഷത്രങ്ങൾക്കും സർവ്വഭൂമിക്കും സർവ്വതിനും അവൻ സൃഷ്ടിക്കുന്നതിന് മുൻപേ അനാദിയായവൻ, ഇൻ ദ ബിഗിനിങ്, എൻ്റെ ദൈവം സർവശക്തനായവൻ, അവന്റെ വലതും ഇടതും ഇരിക്കാനാ അവൻ നമുക്ക് യോഗ്യത നൽകിയത്. ഒരു മനുഷ്യന്റെ ചുറ്റും ഇരിക്കാനല്ല, ഒരു മനുഷ്യനെ പിൻചൊല്ലാനല്ല, ഒരു വ്യക്തിയുടെ പിന്നാലെ പോകാനല്ല, ഒരു വിശുദ്ധന്റെ പിന്നാലെ പോകാനല്ല. എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്, നമ്മളെ തെരഞ്ഞെടുത്തത് സർവപിതാവായ സകലത്തിന്റെയും സൃഷ്ടാവായ ആദ്യം മുതൽ അനന്തം വരെ എന്നും ദൈവമായ ആ ദൈവത്തിന്റെ വലതും ഇടതും ഇരിക്കാനാ അവൻ നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളെ ചോദ്യം അതാ, കർത്താവ് എൻ്റെ യേശു എനിക്ക് ആരാ? എൻ്റെ യേശു എനിക്ക് സൃഷ്ടാവാണെങ്കിൽ, എൻ്റെ യേശു എനിക്ക് സർവശക്തനാണെങ്കിൽ, എൻ്റെ യേശു സർവപിതാവാണെങ്കിൽ, ഐ ആം ഹി എന്ന് യേശയ്യാ പ്രവാചകനിൽ വെളിപ്പെടുത്തിയ അവനെങ്കിൽ, എൻ്റെ യേശു തന്നെയെങ്കിൽ നമുക്ക് വെളിപ്പെടും, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഉറപ്പിക്കാം. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടാലും, എൻ്റെ സർവ്വതും ഇല്ലാതെയായാലും ഞാൻ അവകാശിയാ, ഞാൻ സ്വന്തമായിട്ടുള്ളവനാ, ഞാൻ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൂടെയാ, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാ, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. നമ്മൾ നേരത്തെ പാടിയൊരു പാട്ടുണ്ട്, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. ആ പാട്ടിൻ്റെ ഒരു വരികളിൽ നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട്, ദൂരത്തിരുന്ന ഈ ദ്രോഹിയാം എന്നെ ചാരത്തണയ്ക്കാൻ ദൈവം കൃപ നൽകി. ആ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവത്തിൻ്റെ കൂടെ പോയവൻ എല്ലാം വിട്ടെറിയും, സകലതും വിട്ടെറിയും. ഇനി അവന് ഈ ലോകത്തുള്ള ഒന്നും അവന് ഒന്നുമല്ല, ഈ ലോകത്തുള്ള സകലതും അവൻ മോശമെന്ന് അല്ലെങ്കിൽ സാധാരണ സംഭവമെന്ന് അവൻ ചിന്തിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ് അത് വെളിപ്പെടുത്തുന്നത്. ഈ പാട്ട് യഥാർത്ഥത്തിൽ എഴുതിയത് ആരാന്ന് ആർക്കെങ്കിലും? ഈ പാട്ട് എഴുതിയത് മുട്ടം വർഗീസ് അപ്പച്ചനാണ്. ഈ പാട്ട് എഴുതിയത് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. അപ്പച്ചൻ്റെ മരണത്തിന് മുൻപ്, ദിവസങ്ങൾക്ക് മുൻപ് അപ്പച്ചനിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുറച്ച് നിമിഷങ്ങൾ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാനൊക്കെ ഒരു കൃപ നൽകി. അത് അപ്പച്ചൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, മോനെ ഇന്ന് ലോകം നോക്കുമ്പോൾ സമ്പത്തില്ല,
സൗഭാഗ്യമില്ല, അനുഗ്രഹമില്ല. ഒരു ചെറിയൊരു കുടിൽ മാത്രമേ എനിക്കുള്ളൂ, ഒരു ചെറിയ വീട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ അറിയുമ്പോൾ ഞാനായിരിക്കുന്ന ദേശത്തെ ഏറ്റവും സമ്പന്നൻ ഞാനായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലം. അന്ന് അപ്പച്ചൻ്റെ പിതാവ് കോടതിയിൽ ആമ്യനായിരുന്നു. അപ്പച്ചൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അന്നത്തെ ഡബിൾ ഡിഗ്രി അപ്പച്ചൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സമ്പത്ത് കൊണ്ട് കുന്നുകൂടിയിരിക്കുന്നത്, ഏക്കർ കണക്കിന് സ്ഥലം. പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോ, ദൈവത്തെ മനസ്സിലാക്കിയപ്പോ, എല്ലാം മറന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ തിരിച്ചു പോയപ്പോ ഒരു കാര്യം അപ്പച്ചൻ മനസ്സിലാക്കി. ഈ ഭൂമിയിലെ ഏക്കർ കണക്കിന് സ്വത്തോ സമ്പത്തോ സൗഭാഗ്യമോ ഒന്നുമല്ല. അതുകൊണ്ട് അപ്പച്ചൻ്റെ പിതാവിനോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഈ സ്വത്തുക്കൾ എഴുതി തരുമ്പോൾ നമ്മുടെ വീട്ടിൽ വേലക്കാരായി നിൽക്കുന്ന 10 പേർക്ക് സ്ഥലം കൊടുക്കണം. അവർക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ, എൻ്റെ വീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ അവർക്കൊരു കുടിൽ വെക്കാൻ 10 സെന്റിലധികം കൊടുത്ത് അവർക്ക് വേണ്ടി ആധാരം ചെയ്ത് കൊടുത്താൽ മാത്രമേ എൻ്റെ പേരിലേക്ക് അപ്പച്ചൻ എന്തെങ്കിലും തന്നാ മതി എന്ന് ഇദ്ദേഹം പറഞ്ഞു. വീണ്ടും ഇദ്ദേഹം കർത്താവിനെ അറിഞ്ഞിട്ട്, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം സകലതും വിറ്റ്, എല്ലാം ഈ പറയുന്ന ഏക്കർ കണക്കിന് സ്വത്തും സമ്പാദ്യവും എല്ലാം വിറ്റ് പാവങ്ങളെ സഹായിച്ച് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഒരു ചെറിയ ഒമിനി വാൻ എടുത്ത് അതിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. പക്ഷെ നമ്മുടെ സ്റ്റേജിൽ വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മധുരയിൽ ഒരു സ്ഥലത്ത് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. ദൈവത്തിന്റെ വചനം പറഞ്ഞ് സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം അപ്പച്ചൻ നിൽക്കുമ്പോൾ ചില ആളുകള് പുറകിൽ കൈകെട്ടി വന്ന് നിന്നു. പുറകിൽ കൈകെട്ടി വന്ന് നിന്ന് 2 പേര് അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചു, 2 പേര് കാലെ പിടിച്ചു, 2 പേര് വട്ടം പിടിച്ചു. എന്നിട്ട് വായിലേക്ക് മനുഷ്യ മലം തിരികെ കയറ്റി തള്ളി. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന്റെ കൈ അണ്ണാക്കിലേക്ക് തള്ളി കയറ്റി ഈ മനുഷ്യമലം എൻ്റെ വയറ്റിൻ്റെ അകത്തോട്ട് തള്ളിവിട്ടു. 1 മാസം ഭക്ഷണമില്ലാതെ അപ്പച്ചൻ ജീവിച്ചു. ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. ശ്വാസം എടുക്കുമ്പോൾ ഈ മനുഷ്യ മലത്തിന്റെ സ്മെല്ല. ഒരു വെള്ളം പോലും കഴിക്കാൻ പറ്റാതെ അപ്പച്ചൻ മുന്നോട്ട് പോയി. എന്നിട്ട് അപ്പച്ചൻ പറയുകയാ, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ മരിച്ചുപോയോ? എനിക്ക് എന്തെങ്കിലും പറ്റിയോ? കാരണം എന്നെ നടത്തിയ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട്. അവനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഈ ലോകത്തിന്റെ സകലതും ഞാൻ ഉപേക്ഷിച്ചു. എന്റെ പിതാവിൽ നിന്ന് ലഭിച്ച സ്വത്തും സമ്പത്തും സകലതും ഞാൻ മോശമെന്നെണ്ണി, എല്ലാം വേസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചു. സകലതും ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ 100 വയസ്സ് വരെ ജീവിക്കുമ്പോഴും ഒന്നിനും കുറവില്ലാതെ ലോകരാജ്യങ്ങളിൽ പല വലിയ വ്യക്തികളുടെ മുൻപിൽ, വലിയ അധികാരികളുടെ മുൻപിൽ എന്നെ കൊണ്ട് കർത്താവ് സുവിശേഷം പ്രഘോഷിച്ചു. അപ്പച്ചൻ പറയുന്ന സാക്ഷ്യമാ. എനിക്ക് വല്ലതും പറ്റിയോ? എനിക്ക് വല്ലതും നഷ്ടമുണ്ടോ? എൻ്റെ സകലതും പോയാലും, എൻ്റെ സർവ്വതും നശിച്ചാലും എനിക്ക് ഒന്നുമില്ല. കാരണം എൻ്റെ കർത്താവ എന്നെ നടത്തിയത്, എൻ്റെ കർത്താവ എന്നെ നടത്തിയത്. എല്ലാം എനിക്ക് ദൈവം ചെയ്തത് നോക്കുമ്പോൾ ഞാൻ ദൂരത്തായിരുന്നു. ഞാൻ തുടക്കം പറഞ്ഞല്ലോ, സമ്പത്തും സ്വത്തും ഒന്നും അല്ല നമ്മുടെ ജീവിതം. ദൈവത്തിൽ നിന്നും ഞാൻ എത്ര അകലെയായിരുന്നോ, ഇന്ന് ആ യേശുവിനോട് അടുക്കാൻ നൽകിയൊരു കൃപയുണ്ട്. അവനോട് ചേർന്ന് നിൽക്കാൻ ഒരു ദൈവം തന്നൊരു കരുണയുണ്ട്. ഇന്ന് ചിന്തിക്കുമ്പോൾ അത് മാത്രം മതി എനിക്ക് കർത്താവിന്റെ മുമ്പിൽ. ലോകത്തിന്റെ മറ്റൊന്നും വേണ്ട. കാരണം ഓരോ നിമിഷവും ആ ദൈവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഓരോ സെക്കൻഡിലും കർത്താവിന്റെ ബ്രദേഴ്സിലൂടെ, പ്രിയപ്പെട്ട ഷിബു ബ്രദറിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നേരിട്ടും ഞങ്ങളെ നടത്തുന്ന ഒരു കൃപയുണ്ട്. ലോകം സമ്പാദിച്ചു കൂട്ടുന്നതൊന്നുമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് വരണം. കാരണം എൻ്റെ യേശുവിനെ അറിയുമ്പോൾ, അവൻ എനിക്ക് വേണ്ടി ചെയ്തത് അറിയുമ്പോൾ, അപ്പോഴേ നമുക്കത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പച്ചൻ ആ വരികൾ ഇങ്ങനെ പാടിയത്. എന്തു ഞാൻ ഏകിടും നിന്നുടെ പേർക്കായി, ചിന്തിക്കുകിൽ വെറും ഏഴയല്ലോ, ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ, നിന്നെ മാത്രം ഞാൻ സേവിക്കുമെന്ന് കർത്താവിന്റെ ആത്മാവിൽ അപ്പച്ചൻ ആ വരികൾ ഇങ്ങനെ പാടിയത്. നമ്മുടെ കണ്ണുകളൊക്കെ നടച്ച്, ഇന്ന് നിന്റെ സമ്പാദ്യവും നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതും, നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്വത്തും സമ്പത്തും സകലതും നീ ഒന്ന് മാറ്റി നിർത്തിയേ, നീ ഒന്ന് മാറ്റിവെച്ചേ. അതല്ല കർത്താവ് നിന്നിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി. ഇതൊന്നുമല്ല.
ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, മനുഷ്യന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ നമുക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന്